നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആർസനലിന്റെ കയ്യിൽ നിന്ന് പോയത്. ഡൊമസ്റ്റിക് കപ്പിന്ന് പുറത്തേക്ക് പോയി. ലീഗ് അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ലീഗിൽ ഇപ്പോൾ ടോപ്പ് 4 എത്തുന്ന സിറ്റുവേഷനിലാണ്. UCL ഫൈനലിൽ എത്താനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആർസനൽ കളഞ്ഞു കുളിച്ചു എന്ന് പറയേണ്ടി വരും. PSG-ക്കെതിരെ 3-1 അഗ്രിഗേറ്റ് സ്കോറോടെ 2-1 ഇന്ന് പരാജയപ്പെടുന്ന ഒരു ആർസനലിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ജേർണി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ലെഗിൽ ആർസനൽ 1-0 പിറകിലായിരുന്നു. PSG-യുടെ ഹോമിൽ വെച്ചിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ നമ്മൾ ആർസനലിൽ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. 3 കിഡിലൻ ചാൻസുകൾ ആർസനൽ ക്രിയേറ്റ് ചെയ്തു. 100% ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസുകളാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരാള് PSG-യെ കളിയിൽ പിടിച്ചു നിർത്തി. അത് മറ്റാരുമല്ല, ഡൊണറുമ. പുള്ളി ഇന്ന് ഒരു വാള് പോലെ PSG-യെ കളിയിൽ പിടിച്ചു നിർത്തി എന്ന് പറയേണ്ടി വരും. കാരണം അതുപോലുള്ള സേവുകളാണ് ഡൊണറുമയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. 2 ലെഗിലുമായിട്ട് 8 സേവുകൾ പുറത്തെടുത്തുകൊണ്ട് ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് ഡൊണറുമ പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3-ാമത്തെ മിനിറ്റിൽ ഡെക്ലൻ റൈസിന്റെ ആ ഒരു ഹെഡർ കുറച്ച് വൈഡായി പോയി, അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് എത്തുന്ന ഒരു ചാൻസ് ആയിരുന്നു. പിന്നീട് അധികം വൈകാതെ 7-ാമത്തെ മിനിറ്റിൽ തന്നെ മറ്റൊരു ചാൻസ് ആർസനലിലേക്ക് ക്ലോസ് റേഞ്ചിൽ വെച്ച് പോസ്റ്റിനകത്ത് വെച്ച് മാർട്ടിനെലിക്ക് ഒരു ചാൻസ് കിട്ടുകയാണ്. എന്നാൽ ഡൊണറുമയുടെ റിഫ്ലെക്സ് അത് സേവ് ചെയ്തു. അധികം വൈകാതെ ഓഡിഗാർഡിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പുള്ളിയുടെ ലോ റേഞ്ചിലുള്ള ഒരു ഷോട്ടും ഡൊണറുമ സേവ് ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൺസീഡ് ചെയ്യാതെ PSG-യെ രക്ഷപ്പെടുത്തിയത് ആ ബ്രില്യൻ സേവുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കളി പതുക്കെ മുമ്പോട്ട് പോയി. അപ്പം തന്നെ നമുക്കറിയായിരുന്നു PSG പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു. 17-ാമത്തെ മിനിറ്റിൽ കവർഷീലയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മുന്നേറ്റം വന്നു. ഡേവിഡ് റായെ ബീറ്റ് ചെയ്തുകൊണ്ട് കവർഷീലയുടെ ഒരു ഷോട്ട് വരുന്നു. എന്നാൽ പോസ്റ്റിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് ഈ പന്ത് പുറത്തേക്ക് പോയി. അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഷോട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു PSG-യുടെ ആദ്യത്തെ ഒഫൻസീവ് ഓപ്പർച്യൂണിറ്റി ആ സമയത്താണ് വന്നത് എന്നുള്ളതാണ് വസ്തുത. 1-2 ഹാഫ് ചാൻസുകളൊക്കെ PSG-ക്ക് കിട്ടി. അപ്പോഴാണ് മറ്റൊരു ബ്രില്യൻ ചാൻസ് PSG-യെ തേടി എത്തുന്നത്. ഫാബിയൻ റൂയിസിന്റെ ഒരു റോക്കറ്റ് ഷോട്ട് നമ്മൾ കാണാൻ സാധിച്ചു. പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് ആർസനലിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ഫാബിയൻ റൂയിസ് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, പോസ്റ്റിന്റെ ഓൾമോസ്റ്റ് ക്രോസ് എഡ്ജിൽ വെച്ചിട്ടാണ് പുള്ളി ചെസ്റ്റ് കൊണ്ട് ഈ ബോൾ കൺട്രോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ഒരു ബുള്ളറ്റ് ഷോട്ട് അടിക്കുന്നു. രായ ചാടിയൊക്കെ നോക്കി, പക്ഷേ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പോസ്റ്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഷോട്ട് എത്തുകയും ചെയ്തു. 1-0 ലീഡിലേക്ക് PSG വരികയാണ്. അതോടുകൂടി വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ആർസനലാണ്. എന്നാൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തത് PSG ആണ്. ഇവിടെ ഹക്കീമിയുടെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു. കിട്ടിയ ചാൻസുകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളായാലും ഹക്കീമി വാസ് ബ്രില്യൻ. ഇപ്പോൾ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു തോമസ് പാർട്ടേ തിരിച്ചു വരുന്നതോടെ ആർസനലിന്റെ മിഡ്ഫീൽഡ് എലിവേറ്റ് ചെയ്യപ്പെടും, കുറച്ചുകൂടി കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു മിഡ്ഫീൽഡ് പെർഫോമൻസ് ഒന്നും ആർസനലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇവിടെയും ആ ഒരു സ്ട്രൈക്കറുടെ അഭാവം ആർസനലിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മെറീനോയെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു. സാക്കക്ക് ഹിറ്റ് ആൻഡ് മിസ് ആയിട്ടുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. പുള്ളി ഇന്ന് സ്കോർ ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മറ്റേ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾ വരേണ്ട ഓപ്പർച്യൂണിറ്റികൾ ആർസനൽ ഉണ്ടായിരുന്നു. 1-0 ലീഡോടെ ഫസ്റ്റ് ഹാഫ് മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ PSG വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആർസനൽ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നു. കുറച്ചുകൂടി വിങ്ങിലൂടെ ലോങ് ബോൾ ഇട്ടുകൊണ്ട് സാക്കെ എൻഗേജ് ചെയ്യുന്നു. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, ഫൈനൽ തേർഡിലെ ആ ഒരു ട്രാൻസിഷൻ ആർസനലിന് പ്രോബ്ലം ആണ്. അത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ PSG-യുടെ ഡിഫൻസിന് സാധിച്ചു. ബാക്കിയുള്ള ബോളുകൾ കൃത്യമായിട്ട് ഡൊണറുമ സേവ് ചെയ്യുകയും ചെയ്തു. സാക്കയുടെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. സാക്ക വിചാരിച്ചു അത് ഉറപ്പായിട്ടും പോസ്റ്റിലേക്ക് എത്തി. പക്ഷേ ഡൈവിങ് സേവ് ഫ്രം ഡൊണറുമ, പുള്ളി വീണ്ടും രക്ഷകനായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി PSG-യെ തേടി എത്തുന്നു.
ആർസണലിന് കിട്ടിയിട്ടുള്ള ഒരു സെറ്റ് പീസാണ്. ആ സെറ്റ് പീസിൽ നിന്ന് കിട്ടിയ പന്തുമായിട്ട് PSG പുഷ് ഫോർവേഡ് ചെയ്യുന്നു. അറ്റാക്കിലേക്ക് പോയി ലെഫ്റ്റ് വിങ്ങിൽ വെച്ച് ഹക്കീമി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുകയാണ്. എന്നാൽ ചെറിയ ഡിഫ്ലക്ഷനോടെ ഇത് ഡേവിഡ് റായ പിടിക്കുകയും ചെയ്തു. പക്ഷേ വാർ ഇന്റർവീൻ ചെയ്തു. ആ സമയത്താണ് ലൂയിസ് കെല്ലിയുടെ കയ്യിൽ തട്ടിയിട്ടുള്ള ആ ഒരു ബോള് വാർ ഇന്റർവീൻ ചെയ്തുകൊണ്ട് പെനാൽറ്റിയിലേക്ക് പോവുകയാണ്. വിട്ടീഞ്ഞ പെനാൽറ്റി എടുക്കാൻ വരുന്നു. വളരെ ശോകം പെനാൽറ്റി ആയിരുന്നു. ഇങ്ങനെ ഒരു പെനാൽറ്റി നമ്മൾ അധികം കാണാറില്ല. സ്പീഡില്ല, പുള്ളി പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ റായ അവിടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സേവ് നടത്തിക്കൊണ്ട് ആർസണലിനെ കളിയിൽ പിടിച്ചു നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ആ മൊമെന്റ്, ആർസണലിൽ തിരിച്ചു വരാനുള്ള ഒരു സ്പാർക്കാണ്. പ്ലെയേഴ്സ് എനർജറ്റിക് ആയിട്ട് കളിക്കാൻ തുടങ്ങും, ഒന്നുകൂടി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ വിത്തിൻ നോ ടൈം ഹക്കീമി തന്നെ സ്കോർ ചെയ്യാണ്. അങ്ങനെ കളി കയ്യിൽ നിന്ന് പോയി 3-0 ലീഡിലേക്ക് കാര്യങ്ങൾ എത്തി. അതോടുകൂടി ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങൾ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആർസണൽ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 1-2 ഹാഫ് ചാൻസുകൾ കിട്ടി. സാക്കയുടെ ഒരു കോൺസലേഷൻ ഗോൾ വന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു. പിന്നീട് മറ്റൊരു ഓപ്പർച്യൂണിറ്റി 80 മിനിറ്റിൽ സാക്ക കിട്ടിയിട്ടുണ്ട്. ഒരു ലോങ് ബോളാണ്. പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് ഞാൻ വിചാരിച്ചു പോസ്റ്റിലേക്ക് എത്തി. കാരണം ഓപ്പൺ പോസ്റ്റാണ്. ഡൊണറുമ ഇത് പിടിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഗൈഡ് ചെയ്ത് അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഗോളാണ്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ ടച്ച് പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു. പിന്നീട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ആർസണലിൽ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഗെയിം മാനേജ്മെന്റ് കളിച്ചുകൊണ്ട് PSG മുമ്പോട്ട് പോയി. കളി അവസാനിക്കുമ്പോൾ 2-1 എന്നുള്ള സ്കോറോടെ PSG ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ആർസണൽ കയറുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. കാരണം റയലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആർസണൽ വരുന്നത്. പക്ഷെ ലീഗിലെ ആ ഒരു ഔട്ട് ഓഫ് ഫോം ആർസണൽ വിനയായോ എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇന്റർ വേഴ്സസ് PSG ഫൈനലാണ് UCL വരാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.